സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ 6ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചു. തിങ്കളാഴ്ച ദിവസം ഇന്ന് ഈ വ്യാഴാഴ്ചയാണ് സ്വർഗാരോഹണം. തിരുനാൾ നമ്മൾ ജൂൺ 1-ാം തീയതി ഞായറാഴ്ചയായിരിക്കും. 8-ാം തീയതി പന്തക്കോസ്താ തിരുനാൾ. നമ്മൾ ഈ ആഴ്ചകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ യഥാർത്ഥമായ ഇടപെടൽ, ഉത്ഥാനം ചെയ്ത കർത്താവ് അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തുകയും പിന്നീട് പന്തക്കോസ്തായ്ക്ക് ശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ യേശുവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് പലയിടങ്ങളിൽ പോയി കർത്താവിന് സാക്ഷികളായി തീരുന്നതിൻ്റെ ആ സന്ദേശമാണ് ഇന്ന് ആഗോള സഭയിലുള്ള തിരുവചനങ്ങളോട് പരിശുദ്ധാത്മ നമ്മൾ ഓർപ്പിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 16-ാമത്തെ അധ്യായത്തിൽ 11 തൊട്ട് ലിദിയായുടെ മാനസാന്തരം. അനേകർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവത്തെ അറിയാതിരുന്ന നാളുകളിൽ ലോകത്തിൻ്റെ രീതിയിൽ ജീവിച്ചിരുന്ന നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണമെന്നുള്ളൊരു ബോധ്യത്തിലേക്ക്, അറിവിലേക്ക് നാം വന്നു. ആ അറിവിൽ ഉറച്ചു നിൽക്കാൻ നാം തീരുമാനമെടുത്തു. ദാവീദ് അനുതാപത്തോടെ പറഞ്ഞ പോലെ, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും ഒരിക്കലും എടുത്തു കളയരുതേ എന്ന്. ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ നമ്മുടെ ഡിപ്പോസിറ്റ് അതാണ്. നമ്മുടെ ആത്മാവിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് നിത്യത വരെ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കാനായിട്ട് ഈശോ സഹായകനെന്ന് പറഞ്ഞത്. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലൊന്നും ആയിരിക്കാം. ഇതാണ് ദൈവരാജ്യം. ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവരാജ്യത്തിലാണ്, അല്ലെ ദൈവ മക്കളാണെന്ന് പൗലോസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പൗലോസും കൂട്ടരും സഭയിൽ പഠിപ്പിച്ച് ഫിലിപ്പയിലേക്ക് ഒരു പോകുന്ന വഴി ത്രോവാസിൽ നിന്ന് കപ്പൽ കയറിയും സമോത്രായിലേക്ക് യാത്ര ചെയ്തു. അടുത്ത ദിവസം നെയോപോളിസിലേക്കും അവിടുന്ന് ഫിലിപ്പിയിലേക്കും പോയി. ഗ്രീസിലുള്ള ഫിലിപ്പിയിൽ. അത് മക്കദോനിയായുടെ ഭാഗത്തെ പ്രധാന നഗരവും റോമായുടെ അധികാരത്തുള്ള സ്ഥലവുമായിരുന്നു. റോമാൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു അന്ന് ആ ഭാഗങ്ങളൊക്കെ. റോമായുടെ അധികാരത്തെ സ്ഥലവുമായിരുന്നു. കുറേ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു. നഗരകവാടത്തിന് പുറത്ത് നദീതീരത്തൊരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി. നമ്മളിന്നെങ്ങനെയല്ലേ അല്ലേ, പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്ന ഒരു സമൂഹം. ആദിമസഭയുടെ ആ ഒരു കൃപയാണ്. എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ ഒരുമിച്ച് കൂടും. കാരണം എന്താ, യേശുവിന് വാഗ്ദാനമുണ്ട്, 2-3 പേര് എവിടെ യേശു നാമത്തിൽ ഒരുമിച്ച് കൂടിയാലും ഉത്ഥാനം ചെയ്ത് അദൃശ്യനായി ആർക്കും കാണാൻ പറ്റില്ല. പക്ഷേ യേശുവിന് വാഗ്ദാനമുണ്ട്, അവൻ്റെ നാമം ഉച്ചരിക്കുന്നിടത്തൊക്കെ, യേശുവിൻ്റെ നാമം ഏറ്റുപറയുന്നിടത്തൊക്കെ അവൻ ആത്മാവിൽ സന്നിഹിതനാണ്. അവരുടെ ആത്മാവിലേക്ക് വന്നുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുമെന്നും അവരെ നയിക്കുമെന്നും സൗഖ്യവും കൃപ യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നത് പോലെ തന്നെ അനുഗ്രഹങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും മാനസാന്തരവും ഒക്കെയും അവൻ്റെ നാമത്തിൽ സംഭവിക്കുമെന്നുള്ളൊരു ഉറപ്പ്. അവിടെ അപ്പോസ്തലന്മാരെ 4-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചത്, അവരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് ദേവാലയത്തിൽ വന്ന്, സിനഗോഗിൽ വന്ന് അവർ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ യേശുവിനെ എതിർക്കുന്നവർ കോപാക്രാന്തരായി അവരെ അറസ്റ്റ് ചെയ്ത് അവരെ അടിച്ച് പുറത്താക്കി. അവിടുന്ന് അവർ എല്ലാവരും കൂടെ വീണ്ടും ഒരുമിച്ച് കൂടെ അടിയോ കൊണ്ടിട്ട് അവർ തിരിച്ചു വന്നിട്ട് വചനം പുസ്തകം 4 വായിക്കുന്നുണ്ട്. യേശു നാമത്തെ പ്രതി സഹിക്കാൻ ഭാഗ്യം കിട്ടുന്നതിനോർത്ത് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ അടി മേടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന സമൂഹത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. യേശുവേ, നിനക്ക് സാക്ഷികളായി തീർന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ സഹനങ്ങളെ ഓർത്ത് നീ ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അതോർത്ത് ഞങ്ങൾ ഇപ്പോൾ നിന്റെ നാമത്തിലാണല്ലോ ഞങ്ങൾ സഹിക്കുന്നത്. ഇത്രയും നാൾ ഒരുപക്ഷെ ഞങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയായി സാത്താൻ ഞങ്ങളെ ഉപദ്രവിക്കുക. ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ സഹിക്കുന്നത്. പൗലോസ് ഫിലിപ്പിയരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, 1-ാമത്തെ അധ്യായം 27. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവൻ്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള ഭാഗ്യം കൂടി ഒരു ഭാഗ്യമാണെന്ന് പറഞ്ഞത്. യേശു നാമത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന രോഗങ്ങളോ സഹനങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഒരു ഭാഗ്യമാണ്. ദൈവകൃപ നമ്മളിൽ. പൗലോസിനോട് ഈശോ 2 കൊരിന്ത്യർ 12 പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി,
സഹനം ഉണ്ടെങ്കിൽ സാരമില്ല, അതിലൂടെ നിന്റെ ബലഹീനതയിലാണ് എൻ്റെ സാന്നിധ്യം നിന്നോടൊത്തായിരിക്കുന്നത്. ഇപ്പം നമ്മളിത് തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും സർജറിയും ഹോസ്പിറ്റലും എന്തെല്ലാം ആയിരിക്കും പുറകെ വരുന്നത്. അവിടെയൊക്കെ തിന്മ നമ്മളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിക്കും. നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളത്. അതുകൊണ്ട് ഈ സ്വർഗാരോഹണവും പന്തക്കുസ്തായ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ 2000 വർഷം മുമ്പ് നടന്ന ആ സംഭവം നമ്മൾ നോക്കുമ്പോൾ നമ്മളിൽ മാമോദീസായിലൂടെയും ഇന്നലെ ചിന്തിച്ചതുപോലെ മാമോദീസായിലൂടെയും ആദ്യ കുർബാന സ്വീകരണത്തിലൂടെയും കൺഫർമേഷനിലൂടെയും പിന്നെ നമ്മൾ സ്വീകരിച്ച വിവാഹം എന്ന കുദാശയോ അല്ലെ പൗരോഹിത്യമോ അല്ലെ സന്യാസവ്രതമോ ഒക്കെ അതിലൂടെയൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മളിലുണ്ട്. അത് നമ്മൾ നിലനിർത്തിയാൽ മതി. സഹനം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥന നിർത്തിയിട്ട് ഓടരുത്. ഇത് സാത്താൻ്റെ തന്ത്രമാണ്. എങ്ങനെയും നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കരുത്. കാരണം നമ്മളിലൂടെ അനേകർ യേശുവിനെ അറിയാൻ സാധ്യതയുണ്ടെന്ന് സാത്താന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും നിശബ്ദരാക്കാൻ സാത്താൻ ശ്രമിക്കും. അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ പൗലോസൊക്കെ 16 ഫിലിപ്പയിലെ ഒരു അടിമ പെൺകുട്ടിയെ, പിശാച് ബാധിച്ച ഒരു ഭാവി ബലം പറഞ്ഞുകൊണ്ട് നടന്ന ഒരു പെൺകുട്ടിയെ പിന്നീട് നമ്മൾ ഇന്നത്തെ വായനയല്ല നാളത്തേതിലാണെന്ന് ഒരു വിഷയം വന്നേക്കാം. അപ്പം ഇന്നത്തെ ഇതാണ് ആ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് നോക്കണം. അവിടെ സ്ത്രീകളാണ് അന്ന് കൂടുതലും. ഇത് ഞാൻ വലിയൊരു കാര്യമാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ നടക്കുന്നത് സ്ത്രീകളിലൂടെയാണെന്ന് ഞാൻ പറയും. കാരണം ഉത്ഥാനത്തിൻ്റെ അഭിഷേകം ആദ്യം തിരിച്ചറിഞ്ഞത് മഗ്ദലന മറിയമാണ്. പിന്നീടാണ് അപ്പസ്തോലന്മാരൊക്കെ തിരിച്ചറിഞ്ഞത്. അപ്പം ഒരു കുടുംബത്തിലൊരു അമ്മ, ഒരു സ്ത്രീ, ഒരു സഹോദരിക്ക് ആ പരിശുദ്ധാത്മാവിനെ മുൻകൂട്ടി അറിയാനുള്ള ഒരു വലിയൊരു കൃപയുടെ ഒരു മേഖലയുണ്ട്, ഒരു ഭാഗ്യമുണ്ട്. നമ്മളത് തിരിച്ചറിയേണ്ടതുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെയൊക്കെ ഓർത്ത് നന്ദി പറയാണ്. അനേകർ ഇന്ന് ഭൂമിയിൽ ദൈവവചനത്തിന് വേണ്ടി ഓരോ കുടുംബങ്ങൾ നിൽക്കുന്ന ഒന്നുകിൽ സഹോദരിമാർ, ഭാര്യമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് നന്ദി പറയും. ഞാനിപ്പോഴും ലീലിനോട് നന്ദി പറയാറ്. കാരണം ദൈവകൃപയ്ക്ക് നമ്മൾ കൂട്ടാളികളാണ്. ഭാര്യയും ഭർത്താവ് എപ്പോഴും ദൈവകൃപയ്ക്ക്. കാരണം ഇതുപോലൊരു സംവിധാനം ഒരു പുരോഗതിനില്ല, ഒരു കന്യാസ്ത്രീക്കുമില്ല. ഏറ്റവും കുടുംബത്തിലെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അതൊരു ധ്യാനകേന്ദ്രമാണെന്ന് ഞാൻ പറയും. അതൊരു അഭിഷേക സ്ഥലമാണ്. അവിടെ ആ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നത് ഒരു ധ്യാനകേന്ദ്രത്തിലെ പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ വളർന്നു വന്ന പോലെ ഞാൻ പറയും. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിലെ എത്രയും വേഗം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുകയാണ്, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ അപ്രത്യക്ഷമാകും. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യും, ഈ കാലഘട്ടങ്ങളിൽ ലിയോ 14 മാർപ്പാപ്പ നമുക്കറിയാം, ഈ സെയിന്റ് അഗസ്റ്റിൻ്റെ സഭയിലുള്ള അഗസ്റ്റിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചുള്ള ആകർഷണമാണ് അദ്ദേഹം വൈദികനായത്. സെയിന്റ് അഗസ്റ്റിൻ മാനസാന്തരം. ഈ കാലഘട്ടങ്ങളിൽ ഈ ലിയോ 14 മാർപ്പാപ്പായ പരിശുദ്ധാത്മാവ് യേശുനാമത്തിൽ ഇന്ന് ആ മാർപ്പാപ്പയുടെ അഭിഷേകം ചെയ്ത് ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചു. വലിയ മാനസാന്തരത്തിൻ്റെ വാതിൽ സഭയിലേക്ക് സെയിന്റ് അഗസ്റ്റിൻ്റെ വലിയ മാനസാന്തരം. നമുക്കറിയാം അവിടെ ആ മോനിക്ക പുണ്യവതി, തൻ്റെ ഭർത്താവ് വിജാതീയനായിരുന്നു, വിശ്വാസമില്ലായിരുന്നു മോനിക്കയുടെ ഭർത്താവ്. അവരിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. പക്ഷേ വിശ്വാസമില്ലായിരുന്നുകൊണ്ട് ഉണ്ടായ മകന് വിശ്വാസത്തെ വളർത്താൻ പറ്റിയില്ല. അവരിങ്ങനെ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും അവൻ ഇഷ്ടം പോലെ ജീവിച്ചുകൊണ്ടെന്ന് അപ്പം പറഞ്ഞു. അമ്മ ആഗ്രഹിച്ചു, പക്ഷേ നടന്നില്ല. ലോകമോഹങ്ങളിൽ മുഴുവനും മുഴുകി ആ മകൻ 31 വർഷം ലോകത്തിൽ ഇനി ചെയ്യാൻ ഒരു പാവവും ഇല്ലാത്ത രീതിയിൽ ഒരു വേശ്യയുടെ കൂടെ താമസിച്ചിട്ട് വേശ്യയിലൂടെ ഒരു കുഞ്ഞു വരെ ഉണ്ടായി അവന്. അങ്ങനെ ജീവിച്ചിരുന്ന നാളുകളിലാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചത് ആ മാനസാന്തരത്തിൻ്റെ വലിയ കൃപ എടുത്തു വായിക്കുക എന്ന്. മെത്രാൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിരുന്ന റോമർക്കുള്ള ലേഖനം നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറിലാണിത്. ശരീരത്തിൽ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നൊക്കെ പറഞ്ഞപ്പോൾ, നിങ്ങളുടെ ശരീരത്തിൽ പാപം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ആ വലിയ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുക എന്നാണ്. ആ ഒരു വചനം കേട്ട് അദ്ദേഹം മാനസാന്തരപ്പെട്ടു. നമുക്കറിയാം, അതായത് ആ അമ്മയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ പ്രാർത്ഥന, അമ്മയുടെ പ്രാർത്ഥന അഗസ്റ്റിനെ സെയിന്റ് അഗസ്റ്റിനാക്കി മാറ്റിയതുപോലെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ലിദിയ എന്ന ഈ സഹോദരി ഞങ്ങളുടെ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു തുടങ്ങി. അവർ സ്ത്രീകൾ മാത്രം ഉണ്ടായിരുന്നില്ല കൂട്ടായ്മയിലെന്ന്. അത് വിശുദ്ധ പാതിരപ്പിയുടെ കൂട്ടായ്മ അങ്ങനെയായിരുന്നു. അവിടെയും സാധാരണ ആണുങ്ങളും വരും. അവിടെ സ്ത്രീകൾ വന്ന് അവരോടുകൂടി ഇരുന്ന് വചനം പറഞ്ഞിരുന്ന അദ്ദേഹത്തിനാണ് പഞ്ചശതങ്ങളൊക്കെ ഉണ്ടായ ആ കൂട്ടായ്മ പോലും പിന്നീട് നിർത്തിച്ച് നമ്മൾ കാണാം. സഭയുടെ അധികാരം ഇടപെട്ട് ഇതൊക്കെ ചുമ്മാതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാതിരപ്പിയോട് കൂട്ടായ്മയൊക്കെ ഒരു മുടക്കി പിന്നീട് സഭയിൽ. ഇപ്പം ഈ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ സാത്താൻ നിരോധിക്കാൻ ശ്രമിക്കും എല്ലാ രീതിയിലും.
നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അത് മനുഷ്യരല്ല, സാത്താൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഈ അങ്ങനെയുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയായ ദൈവഭക്തിയുമായ ലിദിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഹൃദയം കർത്താവ് തുറക്കും. നമ്മൾ വചനം കേൾക്കുമ്പോൾ ഹൃദയം തുറന്നു. കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച് അവൾ നിർത്തിക്കണം. അവളവിടെ വന്ന് പിറ്റേ ദിവസം പോയി ഭർത്താവിനെയും കൊണ്ടുവന്ന് മക്കളെയും കൊണ്ടുവന്നു. ആ കുടുംബം മുഴുവനും മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളായി മാമോദീസ സ്വീകരിച്ചു. അവൾ ഞങ്ങളോട് പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കുടുംബത്തിൽ വന്ന് താമസിക്കുന്നത്. കുടുംബം പിന്നെ അവർ സുവിശേഷ വേലയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ അപ്പസ്തോലന്മാരുടെ കൂടെ ചേർന്നുകൊണ്ട്. ഈശോ ഇന്ന് നമ്മുടെ സുവിശേഷത്തിൽ ഓർപ്പിക്കുന്നത് ഇതോട് ബന്ധപ്പെട്ട് യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 26 ഈശോ പറയാണ്, ഞാൻ പിതാവിൻ്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പിതാവിൻ്റെ സ്നേഹമാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ പിതാവിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യരോടുള്ള സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, നമ്മുടെ മുമ്പിൽ നമ്മുടെ കൊച്ചു കുഞ്ഞു വന്നല്ലേ, നമ്മുടെ കുടുംബത്തിലുള്ള ഗ്രാൻഡ് ചൈൽഡോ നമ്മുടെ മുമ്പിൽ ഒന്ന് ഗ്രാമ്മ അല്ലെ മമ്മി അല്ലെ ഡാഡി എന്നെ ഒന്ന് എടുക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തിരക്കാണെങ്കിലും നമ്മൾ ബാക്കിയെല്ലാം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അല്പനേരമെങ്കിലും നമ്മൾ ആ കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ സന്തോഷം അല്ലെ നമ്മളോട് തോളത്ത് മാറിലോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആനന്ദ സന്തോഷമായിരിക്കും. ഇത് തന്നെയാണ് പിതാവ് നമ്മളെ ഈ ഭൂമിയിൽ പാപം ചെയ്ത് ഭയന്ന് ഓടി നടക്കുന്ന നമ്മളെ അപ്പാ എന്ന് വിളിക്കുന്ന ആദ്യ നിമിഷം നമ്മളെ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയുകയാണ്. ആ സ്നേഹത്തിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. പിതാവ് നമ്മളെ തൻ്റെ കരങ്ങളിൽ എടുത്ത് തന്നോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. അത് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ ആനന്ദമായിട്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, അതെല്ലാം ദൈവപിതാവിൻ്റെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹാരൂപിയായ പരിശുദ്ധാത്മാവ്. ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. യേശുവിനെ കുറിച്ചായിരിക്കും പരിശുദ്ധാത്മാവ് പറയും. പരിശുദ്ധാത്മാവ് സ്വയമായിട്ടൊന്നും പറയില്ല. ഇതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. സ്വാർത്ഥതയില്ല. പിതാവിൻ്റെ ഒരു കാര്യവും പറയുന്നില്ല, പുത്രനെയാണ്. ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. ഇതാണ് പിതാവ് പറയുന്നത്, നിങ്ങൾ എന്നെ ശ്രവിക്കണമെന്ന്. ഈശോ പറയുന്നില്ല. ഈശോ പറയും, എൻ്റെ പിതാവിനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഫിലിപ്പോസ് ചോദിച്ചാൽ പിതാവിനെ ഒന്ന് കാണിച്ചാ. അവൻ ആ പിതാവ് ഞാനും ഒന്നാണ്. ഈശോയോട് പറയാണ്, ആ പിതാവിൻ്റെ സ്നേഹമാണ് എന്നിൽ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വന്നത്. ഈ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഈ സ്നേഹം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന പാപികളോടും രോഗികളോടും കുഷ്ഠരോഗികളോടൊക്കെ ഇടപെട്ടത്. നിയമമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു യേശു ഇനിയും പറയുകയാണ്, ഞാനൊന്നുമല്ല കേട്ടോ, ഞാൻ പോകാൻ പോവുകയാണ്. ഞാൻ പോയി കഴിയുമ്പോൾ ആ അതായത് എന്തിലേക്ക് ഓർപ്പിച്ചതുപോലെ യേശുവിൻ്റെ കാൽവരിയുടെ ബലിയർപ്പണത്തിലൂടെ നമ്മുടെ ഉള്ളം തുറക്കപ്പെട്ടു. നമ്മുടെ ഉള്ളിൽ, മനുഷ്യൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവായി ദൈവത്തിന് വരാൻ തടസ്സമായിരുന്ന പാപത്തിൻ്റെ മേഖലകൾ യേശു തൻ്റെ മേൽ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു ലോകപാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക്, സ്നേഹാരൂപി വിശുദ്ധിയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. പ്രിയമുള്ള, ഇത് വലിയൊരു മേഖലയാണ്. അപ്പോൾ ഈ സത്യാത്മാവ് വരുമ്പോൾ അവൻ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകും, പിതാവിനെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോടുകൂടെ ഉള്ളവരായിരുന്നുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. യോഹന്നാൻ 16 തുടരുകയാണ്, നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. ഇത് പള്ളിയിൽ നിന്ന് പുറത്താക്കും. വചനം പറയുന്ന മതി, ഇതൊന്നും ഇവിടെ വേണ്ട, ഇതൊക്കെ ഇതൊന്നും നിങ്ങൾക്ക് ഇവിടെ ആവശ്യം, ഇതൊക്കെ കൂടെ സെറ്റപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ മതി. പള്ളിയിൽ നിന്ന്, സിനഗോഗുകളിൽ നിന്ന് അവരെ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന യഹോവയായ ദൈവത്തെക്കുറിച്ച്, പുത്രനായ യഹോവയായ ദൈവം ആ ഭൂമിയിലേക്ക് അയച്ച അവർ കാത്തിരുന്ന യേശു ക്രിസ്തുവും മിശിഹ മിശിഹയാണെന്ന് യേശു എന്ന് അവർ പ്രസംഗിച്ചപ്പോൾ അവരെ പുറത്താക്കി. അവിടെ ഇതെല്ലാം ദേവാലയങ്ങളിൽ ഇതൊരു കാര്യമുണ്ട്. ഇത് മനുഷ്യനല്ല മനസ്സിലാക്കുമ്പോൾ അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും
താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു അല്ലേ. ഇന്ന് ചില മതങ്ങളിലൊക്കെ ഉള്ളവർ, ഞാൻ പേരൊന്നും പറ, ആരെയും വീതിക്കല്ല, മനുഷ്യരല്ല, ചില മതങ്ങളിലുള്ളവർ പറയുന്നത് എന്താ, അനേക ക്രിസ്ത്യാനികളെ കൊന്നുകഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാം. കുറെ ക്രിസ്ത്യാനികളെ നിങ്ങൾ കൊല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് പറയുന്ന ഒരു സമയം ഇതാണ് ഈശോ പറഞ്ഞത്. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവരുടെ അറിവില്ലായ്മയാണ് അത് ശരിയല്ല. ആ പോക്ക് അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ ഇപ്പോൾ സമയം നടന്നുകൊണ്ടിരിക്കില്ല. എത്രയോ ക്രിസ്ത്യാനികളെ എവിടെയൊക്കെ ലോകത്തിന്, സിറിയയിലൊക്കെ, ലോകത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികളെ നാമാവശേഷമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം ആരുടെയാണ്? പിശാചിൻ്റെ പ്രവർത്തനമാണ്. ഇതാണ് ഈശോ പറയാണ്, അത് സമയം വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ആരംഭത്തിലേ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ശരീരത്തിൽ യേശു കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. എന്നാൽ ഞാൻ പോവുകയാണ്. ആത്മാവായി പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ ഇത് നിങ്ങളിൽ നടക്കും. ഈ പീഡയൊക്കെ ഉണ്ടാകും. അതിന് ലോകാവസാനത്തെക്കുറിച്ച് വേദനകളുടെ ആരംഭം മത്തായി 24 ഈശോ പറഞ്ഞതുകൊണ്ട്, എല്ലാ അസ്വസ്ഥതകളെക്കുറിച്ചും ജനത്തിനെതിരായും രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ഒരു വിഭാഗം വേറൊരു വിഭാഗത്തിനായിട്ടല്ലേ. അവിടെ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഇതെല്ലാം ഉണ്ടാകും. അവസാനം ഏറ്റവും പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഇന്നത്തെ ഇതുമായിട്ട് ചിന്തിക്കുമ്പോൾ മത്തായി 24:15 ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ, അതായത് ദേവാലയത്തിന്റെ ഉള്ളിൽ പോലും സാത്താൻ കയറി നിൽക്കും. അവിടെ ദൈവവചനവും ദൈവത്തിന്റെ യേശുവിൻ്റെതായിട്ടുള്ള എല്ലാം എടുത്തു മാറ്റാൻ ശ്രമിക്കും. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത്, ദേവാലയം വിശുദ്ധമായിരിക്കേണ്ട സ്ഥലങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവർ ഗ്രഹിക്കട്ടെ. യൂദയായിലുള്ളവർ എന്ന് പറയുമ്പോൾ സ്ഥലമല്ല, യൂദാ ഗോത്രത്തിലാണ് യേശു എന്ന് പറയുന്നത്. അപ്പൊ യൂദയായിലുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ യൂദാ ഗോത്രത്തിലാണ് യേശു എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അപ്പൊ യൂദാ ഗോത്രത്തിൽ നിന്ന് ഇന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളെ യേശുവിനെ അനുഗമിക്കുന്നവരെ എന്നാണ് അറിയേണ്ടത്. നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു പറഞ്ഞാൽ ഭൂമിയിലുള്ള ഏറ്റവും ഉയരമുള്ള മലയുടെ മുകളിലേക്ക് ഓടിക്കയറാനല്ല. യേശു പർവ്വതം എന്ന് പറയുന്ന പ്രാർത്ഥനാ അനുഭവമാണ്. മലയുടെ മുകളിലേക്ക് നമുക്കറിയാം ദൈവ സാന്നിധ്യമാണ്. പ്രാർത്ഥനയിലേക്ക് ഓടിക്കയറട്ടെ എന്നാണ് ഈ വചനം നമ്മൾ ഓർപ്പിക്കുക. ദാനിയേൽ പ്രവാചകൻ ഇങ്ങനെ ദാനിയേൽ 11-ാമത്തെ അധ്യായം 11:30 നമ്മൾ വായിക്കുന്നുണ്ട്. സാത്താൻ അന്ന് വിശുദ്ധ ഉടമ്പടിക്കെതിരെ വന്ന് പ്രവർത്തിക്കും. അവൻ പിൻവാങ്ങി വിശുദ്ധ ഉടമ്പടി ഉപേക്ഷിച്ചവരുടെ വാക്ക് ശ്രവിക്കും. അവരുടെ സൈന്യമെന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കുകയും നിരന്തര ദഹനബലി കുർബാന മുടക്കുമെന്ന് നോക്കണം. ഇന്ന് നമുക്ക് നിരന്തര ദഹനബലി, വിശുദ്ധ കുർബാന, ഇതെല്ലാം ഈശോ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ദാനിയേൽ പ്രവചിച്ചതാണ്. ഇതാണ് ഈശോ പറഞ്ഞത് മത്തായി 24. ദാനിയേൽ പറഞ്ഞത് സംഭവിക്കുന്നത് കുർബാന മുടക്കും, ദേവാലയം അശുദ്ധമാക്കും, നിരന്തര ദഹനബലി നിരോധിക്കുകയും അവർ വിനാശത്തിന്റെ മ്ലേച്ഛ വിഗ്രഹം അവിടെ സ്ഥാപിക്കും. ദേവാലയത്തിന്റെ നമ്മൾ കാണുന്ന എന്തെല്ലാമാണല്ലേ. ആരെയും വിധിക്കല്ലോ, സാത്താന്റെ പ്രവർത്തനമാണ് നമ്മൾ അറിയണം. അല്ലെ അനേകർ അറിയാതെ അതിൽ പെട്ടുപോകും. അവർ വിനാശത്തിന്റെ മ്ലേച്ഛ വിഗ്രഹം അവിടെ ദേവാലയത്തിൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അല്ലെ ദീപികാരനെ ഈശോയെ ആരാധിക്കേണ്ടടുത്ത് അവിടെ യേശുവിൻ്റെ ആ ദീപികാരണ്യമൊക്കെ അവിടെയൊക്കെ പീഡിപ്പിക്കപ്പെടും. സാത്താൻ അതിൽ യേശുവിനെ പീഡിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയെ പീഡിപ്പിച്ച് നമുക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുർബാന നിർത്തലാക്കുക സാത്താൻ ഒരു സന്തോഷമാണ്. അപ്പോൾ അവിടെ വിനാശത്തിന്റെ മ്ലേച്ഛ വിഗ്രഹം സ്ഥാപിക്കും. ഉടമ്പടി ലംഘിക്കുന്നവൻ അവൻ മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും. അനേകർ സപ്പോർട്ട് ചെയ്യാൻ കാണും ഇതിനു വേണ്ടിയിട്ട്. എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും. അത് പറയും പരിശുദ്ധാത്മാവ് ഈ ബോധ്യം നൽകാൻ നമ്മൾ ഉറച്ചത് സഹനവും പീഡിയൊക്കെയുണ്ട്. പക്ഷേ ഉറച്ചു നിന്ന ഏലിയായുടെ കാര്യം പോലെ പൗലോസ് പറഞ്ഞതുപോലെ എന്തെല്ലാം കർത്താവ് യേശുവിനുള്ള സ്നേഹത്തിന് ആർക്ക് എന്നെ ഏത് കാര്യം കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ബോധ്യം പ്രിയമുള്ളവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും. കുറെ കാലത്തേക്ക് അവർ വാളും തീയും അടിമത്തവും കവർച്ചയും കൊണ്ട് വീഴുമെങ്കിലും ജനത്തിൻ്റെ ഇടയിലെ ജ്ഞാനികൾ അനേകർക്ക് അറിവ് പകരും. വീഴുമ്പോൾ അവർക്ക് സഹായം ലഭിക്കാതിരിക്കുകയില്ല. അവരോട് ചേരുന്ന പലരും എന്താ പറഞ്ഞാൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താ, പലരും കൂടെ കൂടുന്നത് നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയായിരിക്കും. പണവും പേരും പ്രതാപവും പ്രശസ്തിയും ഒക്കെ ആയി നമ്മളെ സമീപിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകരുതെന്ന്
ഇത് വലിയൊരു മേഖലയാണ്. നമ്മുടെ ഈ കൂട്ടായ്മയോട് കർത്താവ് ആദ്യം തൊട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും പണത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യരുത്. നിങ്ങൾ വചനം പറയുന്നതിന് വേണ്ടി പണം നിങ്ങളുടെ ആദായമാർഗമായിട്ട് നിങ്ങൾ വചനം പറയാൻ പോകരുത്. നിങ്ങൾ ധ്യാനം നടത്തരുത്. നിങ്ങളുടെ ജീവിത മാർഗത്തിനായിട്ട് അത് തിന്മ നിങ്ങളെ കീഴ്പ്പെടുന്ന മേഖലയായിരിക്കും. ഇതുകൊണ്ടാണ് പലരും കപട ഉദ്ദേശത്തോടെ ആയിരിക്കും അങ്ങനെ ചെയ്യുക. ജ്ഞാനികളിൽ ചിലർ വീഴും. നോക്കണം, ജ്ഞാനികളിൽ ദാവീദിന്റെ വീഴ്ച, സോളമന്റെ വീഴ്ച, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജ്ഞാനികളിൽ ചിലർ ഇന്നും അങ്ങനെയാണ്. അനേകർ വീണുപോകും സാത്താന്റെ ആക്രമണത്തിൽ. ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കി വെണ്മയുള്ളവരാക്കാനും വേണ്ടി ആയിരിക്കും അത്. അന്തിമ ദിനം വരാനിരിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ലോകാവസാനം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല. ഇത് കുറേ നാൾ ഈ പീഡനം ഉണ്ടായിരിക്കും എന്ന് ലോകമെങ്ങും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടാനായിട്ട്. ഞാൻ പറയും, നമ്മളെ കേരളത്തിലൊക്കെ ജനിച്ച നമ്മൾ ഈ അമേരിക്ക കേരളത്തിൻ്റെ നേരെ ഗ്ലോബിൻ്റെ ഭൂലോകത്തിൻ്റെ മറുവശത്ത് നമ്മളായിരിക്കുമ്പോൾ ദൈവം ഈ പദ്ധതിയുടെ ഭാഗമായി ലോകാവസാനം വരെ കൂടെ ഉണ്ടായിരിക്കും. ലോകത്തിൻ്റെ അവസാനം വരെയും, അല്ലെങ്കിൽ ഭൂമിയുടെ അങ്ങേ അറ്റത്തോളം പോകുക എന്നൊക്കെ ഈശോ പറഞ്ഞതിൻ്റെ ആ വചനം നിറവേറിയതാണ് നമ്മൾ ഇന്നൊക്കെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെയും കർത്താവിനോട് ചേർന്ന് നിൽക്കാം. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് സഹനമുണ്ടെങ്കിലും ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും എളിമയും വിശ്വസ്തതയും ആത്മസംയമനവും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ ജ്ഞാനവും ബുദ്ധിയും അറിവും ആലോചനയും ആത്മസംയമനവും ദൈവസ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളായ ഭാഷാവരം, ദർശനവരം, പ്രവചനവരം, വിശ്വാസവരം, രോഗശാന്തിവരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ആത്മാക്കളെ തിരിച്ചറിയാനുള്ള വരം, ഇങ്ങനെ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഉന്നത വിദ്യാഭ്യാസം ഞാൻ പറയും. പരിശുദ്ധാത്മാവാകുന്ന യൂണിവേഴ്സിറ്റിയിൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്കായി തരാൻ കർത്താവ് കാത്തിരിക്കും. അതുകൊണ്ട് ഈ പീഡനങ്ങളിൽ നമ്മൾ അടുത്തു പോകരുത്, ഉറച്ചു നിൽക്കണം. നമുക്ക് നന്ദി പറയുന്നവരെ, ഈ ദിവസങ്ങളിൽ ഇന്ന് അമേരിക്കയിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് മെമ്മോറിയൽ ഡേ ഓർക്കണം. അതായത് യുദ്ധത്തിൽ മരിച്ചുപോയ പട്ടാളക്കാരെ ഓർക്കുകയാണ്. നമുക്ക് ഓർത്ത് നന്ദി പറയാം. നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി, അതുപോലെ ലോകമെമ്പാടും മരിച്ചുപോയ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. ശുദ്ധീകരിച്ചതിലേക്കുന്ന എല്ലാ ആത്മാക്കളോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഒരാഴ്ചത്തേക്ക് ഇടയ്ക്കൊക്കെ ലൈനിൽ കാണത്തില്ല. ഒരാഴ്ചത്തേക്ക് ഒരുപക്ഷെ ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്ന വചനമൊന്നും കിട്ടാൻ സാധ്യതയില്ല. യാത്ര ചെയ്യുകയാണ് ഒരാഴ്ചത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഓർക്കുക. നമുക്ക് ഈശോയുടെ സ്നേഹത്തിൽ നമ്മളെ സമർപ്പിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.